dear students, അപ്പോൾ നമ്മൾ ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ ഒരു ക്വിക്ക് റിവിഷനിലേക്കാണ് പോകുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പറയും റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഏതൊക്കെയാണ്. യു ഹാവ് ഗ്യാമറ്റോജെനസിസ്, ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഫെർട്ടിലൈസ് ചെയ്യുന്നു, ഇംപ്ലാന്റ് ചെയ്യുന്നു, ഗസ്റ്റേഷൻ ഡെവലപ്മെൻറ്റ്, പാർച്ചുറേഷൻ ഡെലിവറി ആൻഡ് ലാക്ടേഷൻ. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പുകളും പഠിക്കണം. ആദ്യം നമ്മൾ ഇത് തുടങ്ങുക ഗ്യാമറ്റോജെനസിന് മുമ്പായി മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Male reproductive system primary reproductive organ ആണ് testes with 250 testicular lobules having 1 to 3 seminiferous tubule. ഇത് സ്കോട്ടത്തിലാണ് കിടക്കുന്നത് so that the temperature is lower. Seminiferous tubuleനകത്ത് Sertoli cells and male germ cells ഉണ്ട് where spermatogenesis happens and Leydig cells in the interstitial space helps in the production of androgen. ഇനി ടെസ്റ്റസിൽ നിന്ന് ആക്സസറി ഡക്സ് ആൻഡ് ഗ്ലാൻസ് ആണ്. ആക്സസറി ഡക്സ് ആണ് എന്ത് ചെയ്യുക, ഇതിനെ പെനിസ് ത്രൂ ഔട്ട്സൈഡ് യൂറിത്രൽ മിയാറ്റസ് വഴി വെളിയിലേക്ക് കൊണ്ടുപോവുക. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റെട്ടെ ടെസ്റ്റസ്, വാസ് എഫറൻഷ്യ. സോ ദിസ് ഇസ് റെട്ടെ ടെസ്റ്റസ്, ദിസ് ഇസ് വാസ് എഫറൻഷ്യ, ദിസ് ഇസ് എപ്പിഡൈഡമസ്. പിന്നെ നമുക്ക് വാസ് ഡിഫറൻസ് വരുന്നു, യൂറിനറി ബ്ലാഡറിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നു. സെമിനൽ വെസിക്കിളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇറ്റ് ഫോംസ് ഇജാക്കുലേറ്ററി ഡക്ട്. അത് നേരെ യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. യുറീത്രൽ മിയാറ്റസ് വഴി വെളിയിലേക്ക് വരുന്നു. ഇവിടെ 3 ഗ്ലാൻസ് ആണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. സെമിനൽ വെസിക്കിൾ അറ്റാച്ച് ചെയ്യും, പ്രോസ്ട്രേറ്റ് സിംഗിൾ ഗ്ലാൻഡ് ആൻഡ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇത് 3ന്റെ സെക്രീഷനെ സെമിനൽ പ്ലാസ്മ എന്ന് വിളിക്കും. ആൻഡ് ദിസ് ടുഗദർ വിത്ത് സ്പേം ഫോം ദ സെമൻ. ഇനി എക്സ്റ്റേണൽ ജനീഷ്യ പെനിസ് ആണ്. പെനിസിന്റെ ടിപ്പ് കുറച്ച് എൻലാർജ്ഡ് ആണ്, കോൾഡ് എസ് ഗ്ലാൻസ് പെനിസ്, കവേർഡ് ബൈ എ സ്കിൻ കോൾഡ് എസ് ഫോസ്കിൻ അല്ലെങ്കിൽ പെർപ്പിസ്. Now this is a question from this part, do it. So we move on to the next. സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് വോളിലാണ്. കാരണം സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ വോളിലാണ് നമുക്ക് മെയിൽ ജേം സെൽസിനെ കാണാൻ പറ്റുക. ഈ മെയിൽ ജേം സെൽസ് which is called as spermatogonia ഒരു ഡിപ്ലോയിഡ് സെല്ലാണ് which undergo differentiation and mitosis form primary spermatocyte which starts with meiosis 1. Meiosis 1 കഴിയുമ്പോൾ it form haploid secondary spermatocyte which on meiosis 2 completion forms spermatids. ഇത് differentiation which is called as spermatogenesis വഴി spermatozoa ആവും. ഈ spermatogenesis സഹായിക്കുന്നത് സെർട്ടോളി സെല്ലാണ്. ഓക്കെ, ഇനി ഇത് ഉണ്ടാവുന്നത് വോളിലാണ്. ഇത് ലൂമനിലേക്ക് ഈ സ്പെർമാറ്റോസോവിനെ പുഷ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് ദിസ് ഹോൾ പ്രോസസ് ഈസ് സ്പെർമാറ്റോജെനസിസ്. Now you can do one question from spermatogenesis part and let's move. Hormonal changes in spermatogenesis. Spermatogenesis നടക്കുന്ന എവിടെയാണെന്ന് അറിയാം, എന്നാൽ ഹോർമോണൽ ചേഞ്ചസ് എന്താണ് നമുക്കറിയാം. ഹൈപ്പോതലാമസിൽ നിന്ന് പ്യൂബർട്ടിയുടെ സമയത്ത് GnRH റിലീസ് ചെയ്യും വിച്ച് ആക്ട് ഓൺ ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് റിലീസ് FSH ആൻഡ് LH. FSH ആക്ട് ഓൺ സെർട്ടോളി സെൽസ് സ്പെർമിയോജെനസിസിനെ സഹായിക്കും. LH ആക്ട് ഓൺ ലെഡിക് സെൽസ്, അത് ആൻഡ്രോജൻ റിലീസ് ചെയ്യും വിച്ച് ആക്ച്വലി ഹെൽപ്സ് ഇൻ സ്പെർമാറ്റോജെനസിസ്. നൗ യു ഹാവ് ദ സ്ട്രക്ചർ ഓഫ് എ സ്പേം. അങ്ങനെ നമുക്കുണ്ടായ സ്പേമിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ ഇതിനൊരു ഹെഡ് ഉണ്ട് വിത്ത് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആൻഡ് എൻ അക്രോസോമൽ ക്യാപ്പ്. Then you have a neck with proximal centriole and distal centriole axial filament form ചെയ്യുന്നു. Then you have a middle piece with mitochondria, അതാണ് ശരിക്കും എനർജി ഫോർ മൂവ്മെൻറ്റ് ഓഫ് സ്പേമിനെ സഹായിക്കുക. ആൻഡ് ടെയിൽ വിച്ച് ഗിവ് ഫ്ലജല്ലേറ്റഡ് മൂവ്മെൻറ്റ്. ഒരു സിംഗിൾ ഇജാക്കുലേഷനിൽ വി ക്യാൻ പ്രൊഡ്യൂസ് 200 to 300 million sperms. അതിൽ 60% ഷുഡ് ഹാവ് നോർമൽ ഷേപ്പ് ആൻഡ് 40% ഓഫ് ഇറ്റ് ഷുഡ് ഹാവ് നോർമൽ മോട്ടിലിറ്റി. അങ്ങനെയാണെങ്കിൽ മാത്രമേ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ വൈറ്റൽ സെമൻ സാമ്പിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലേക്കാണ്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എടുക്കുമ്പോൾ ഓവറി ഈസ് ദ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അതിൻ്റെ കോർട്ടെക്സിൽ നിന്ന് ഫോളിക്കിൾസിൽ നിന്നാണ് ഓവം റിലീസ് ചെയ്യുക. ദെൻ ഓൾസോ ഇറ്റ് ഹാസ് മെഡുല റീജിയൻ. ഈ ഓവറി സസ്പെൻഡഡ് ആണ് ലിഗമെന്റ്സിന്റെ സഹായത്തോടുകൂടി അറ്റാച്ച് ടു ദ യൂട്രസ് വാൾ ആൻഡ് ദ പെൽവിക് വാൾ അല്ലേ. ഇനി ഓവറിയിൽ നിന്ന് നേരെ വരുന്ന ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്ന ഫെലോപ്പിയൻ ട്യൂബാണ്. അവിടെ ഫിംബ്രിയ ഉള്ള ഇൻഫൻറ്റിബുലം, അവിടെ നിന്ന് ആംപുല, അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ആൻഡ് ഇസ്ത്മസ് ദ നാരോ റീജിയൻ. ഇത് ഓപ്പൺ ചെയ്യുന്നത് യൂട്രൈൻ ക്യാവിറ്റിയിലേക്കാണ്. യൂട്രസിൻ്റെ അപ്പർ പാർട്ടിനെയാണ് ഫണ്ടസ് എന്ന് നമ്മൾ വിളിക്കുക. യൂട്രൈൻ വാൾ നോക്കിയാൽ അതിന് 3 ലെയർ. ഔട്ടർ പെരിമെട്രിയം കണക്റ്റീവ് ടിഷ്യൂ വെച്ച് ഉണ്ടാക്കുന്നു. മിഡിൽ മയോമെട്രിയം സ്മൂത്ത് മസിൽസ് വെച്ച് ഉണ്ടാക്കുന്നു. അത് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് പാർച്ചുറിഷൻ നടക്കുക. ആൻഡ് ഇന്നർ എൻഡോമെട്രിയം അതിൻ്റെ ഗ്ലാൻഡുലാർ ചേഞ്ചസ് ആണ് മെൻസ്ട്രൽ സൈക്കിളിന് കാരണം. ദെൻ യു ഹാവ് സെർവിക്സ് ആൻഡ് വജൈന, അതിനെ ടുഗദർ ബർത്ത് കനാൽ എന്ന് വിളിക്കും. നൗ യു ഹാവ് എക്സ്റ്റേണൽ ജനീഷ്യ ആൻഡ് ഗ്ലാൻഡ്.
അപ്പോൾ നമ്മൾ ഗ്ലാൻഡ് നോക്കുകയാണെങ്കിൽ അവർ മേജർ ഗ്ലാൻഡ് ഈസ് മാമറി ഗ്ലാൻഡ്. അവിടെ മാമറി ആൽവിയോളൈസ് ഉണ്ട്, 50 to 20 മാമറി ലൊബ്യൂൾസ് ഉണ്ട്. അവിടെ ആൽവിയോളാർ സെൽസ് ആണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ മിൽക്ക് നേരെ ടു ഡു ആംല ട്യൂബ്യൂളിലേക്ക് പോകുന്നു, ഡക്റ്റിലേക്ക് പോകുന്നു, ആംബുലയിലേക്ക് പോകുന്നു, ലാക്റ്റിഫറസ് ഡക്റ്റ് വഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ നിപ്പിൾ വഴി വെളിയിലേക്ക് വരുന്നു. Now if you see the external genesia, നമ്മൾ നോക്കുമ്പോൾ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന റീജിയൻ ആണ് ഹെയറി ഫാറ്റി ടിഷ്യൂ ഉള്ളത്. അത് കഴിയുമ്പോൾ ലേബിയ മേജോറ, ദെൻ യു ഹാവ് ലേബിയ മൈനോറ. ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിലായിട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കോൾഡ് ആസ് ക്ലൈറ്റോറിസ് ഉണ്ട്. യൂറീത്രൽ ഓപ്പണിങ്ങിന് മേളാണ് കാണുക. ആൻഡ് ബിലോ നമുക്ക് വെജൈന കാണാം. വെജൈനൽ ഒറിഫൈസിനെ പാർഷ്യലി കവർ ചെയ്യുന്നത് ഹൈമൻ ആയിരിക്കും. Now that is external genesia and that completes female reproductive structure. ഇനി നമ്മൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻ കണ്ട് നേരെ പോകുന്നു ടു ദി ഊജാനസിസ് പാർട്ട്. ഊജാനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എംബ്രിയോണിക് സ്റ്റേജിലാണ്. ഓവറിയുടെ കോർട്ടെക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ഊഗോണിയ ഉണ്ടാവും. അത് ഡിവൈഡ് ചെയ്ത് മൈറ്റോസിസ് വഴി ഒരു കപ്പിൾ മില്യൺ ഊഗോണിയ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഊഗോണിയ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രൈമറി ഊസൈറ്റ് ആവുന്നു. ഈ പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യും, മിയോസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറസ്റ്റ് ആവും. ഈ അറസ്റ്റ് ചെയ്ത പ്രൈമറി ഊസൈറ്റിനെയാണ് നമ്മൾ ഓവറിയിൽ ടിൽ പ്യൂബേർട്ടി കാണുക. പ്യൂബേർട്ടിയിലെ ഹോർമോണൽ ചേഞ്ചസ് വഴി ഇത് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് പോളാർ ബോഡി ഒരു ഗുണവും ഇല്ല, ചുമ്മാ അവിടെ സസ്പെൻഡ് ചെയ്ത് കിടക്കും. ഈ സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്തിട്ട് അറസ്റ്റ് ആവും മെറ്റാഫേസിൽ. അത് പിന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്പേം ബിഫോർ ഫെർട്ടിലൈസേഷൻ ജസ്റ്റ് ഓവത്തിനെ ടച്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ഇനിഷ്യേഷൻ ഓഫ് മിയോസിസ് 2 കംപ്ലീഷൻ നടക്കുക. ആൻഡ് ഇറ്റ് ടേൺസ് ഇൻ ടു ആൻ ഊറ്റഡ് ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി. ഓക്കെ അല്ലേ? നൗ ഊജെനിസിസ് നടക്കുമ്പോൾ നമുക്ക് കുറേ ഫോളിക്കുലാർ ചേഞ്ചസ് ഉണ്ടാവും. കാരണം ഇനിഷ്യലി നമ്മുടെ പ്രൈമറി ഊസായിട്ട് ഇങ്ങനെ ഓവറിയിൽ കാത്തിരിക്കും അല്ലേ, പ്യൂബേർട്ടി വരെ എംബ്രിയോണിക് സ്റ്റേജിൽ നിന്ന്. ഈ സമയത്ത് ഇതിന് ചുറ്റും കുറച്ച് ഗ്രാനുലോസ സെൽസ് ഗ്രോ ചെയ്തിട്ട് ഇറ്റ് ഫോംസ് പ്രൈമറി ഫോളിക്കിൾ. ഈ പ്രൈമറി ഫോളിക്കിളാണ് ഓവറിയിൽ ഇരിക്കുക. ഇതിനിടയ്ക്ക് ഈ കാലയളവിനിടയ്ക്ക് കുറേ എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോവും. ആൻഡ് ഫൈനലി യു വിൽ ഹാവ് സം 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് മാത്രമേ ഓവറി കാണുള്ളൂ. ഇത് പ്യൂബേർട്ടി എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഒരു തീക്ക ലെയർ ഉണ്ടാവും, ഔട്ടർ തീക്ക ലെയർ ഉണ്ടാവും, മോർ ഗ്രാനുലോസ സെൽസ് ഉണ്ടാവും. അതൊരു ടെർഷ്യറി ഫോളിക്കിൾ ആവും. ഇതിനകത്ത് വെച്ചിട്ടാണ് പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറിയത്. ഓൾസോ ഇതിൽ ആൻഡ്രം എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫീൽഡ് ക്യാവിറ്റീസ് ഉണ്ടാവും. തീക്ക ഇന്റേണ എക്സ്റ്റേണ ഉണ്ടാവും. ആൻഡ് ഇതിൻ്റെ എല്ലാ ആൻഡ്രോം കൂടെ ജോയിൻ ചെയ്ത് കുറച്ചുകൂടെ വലിയൊരു ഫോളിക്കിൾ ആവും. ദാറ്റ് ഈസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ സെക്കൻഡറി യൂസൈറ്റിന് ചുറ്റും നമുക്ക് സോണ പെലൂസിഡ എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ലെയറും കൂടെ ഫോം ചെയ്യും. ആൻഡ് ഫൈനലി ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് എന്ത് ചെയ്യുക, ഓവുലേഷൻ വഴി സെക്കൻഡറി യൂസൈറ്റിനെ വെളിയിലേക്ക് കളയുന്നത്. ആഫ്റ്റർ വിച്ച് ഇറ്റ് ടേൺസ് ഇൻ ടു കോർപ്പസ് ലൂട്ടിയം. ഇതിൽ യെല്ലോ കളർ ലൂട്ടീൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫീൽഡ് ആൻഡ്രം ഉണ്ട്. ആൻഡ് ദിസ് ലൂട്ടീൻ കണ്ടെയ്ൻ മോർ പ്രൊജസ്ട്രോൺ ലെസ് ഈസ്ട്രോജൻ. ആൻഡ് ഇഫ് നോ ഫെർട്ടിലൈസേഷൻ ഈസ് ഹാപ്പനിങ് then ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും ടു കോപ്പക്സ് ആൽബിക്കൻസ് ടു സ്കാർ, വിച്ച് ആക്ച്വലി ഹാപ്പൻസ് ഡ്യൂറിങ് യുവർ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പം മെൻസ്ട്രൽ സൈക്കിൾ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം? മെൻസ്ട്രൽ സൈക്കിൾ ഒരൊറ്റ ഗ്രാഫ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാവുന്ന ഒരു ഇവൻ്റ് ആണ്. മെൻസ്ട്രൽ സൈക്കിളിലെ ഫോളിക്കുലാർ ചേഞ്ചസ് മക്കളെ നമ്മൾ ആലോചിക്കുക. 28 days ആണ് നമുക്കുള്ളത്. ഇതിൽ മിഡ് ഓഫ് ദ സൈക്കിൾ 14th ഡേയിൽ ഓവുലേഷൻ നടക്കും. സോ ദിസ് ഇസ് ഗ്രാഫിയൻ ഫോളിക്കിൾ നമുക്കറിയാം. അതിന് മുമ്പ് പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആവും, ടെർഷ്യറി ആവും, ഗ്രാഫിയൻ ഫോളിക്കിൾ ആവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് it turns into corpus luteum. Almost ഒരു 14 days നിൽക്കും. Then if fertilization is not happening, അപ്പോഴേ നമുക്ക് menstrual cycle ഉള്ളൂ. It turns into corpus albicans. ഓക്കെ, അപ്പോൾ പ്രീ ഓവുലേറ്ററി ഫേസിനെ നമ്മൾ വിളിക്കുന്നത് ഫോളിക്കുലാർ ഫേസ് എന്നും പോസ്റ്റ് ഓവുലേറ്ററി ഫേസിനെ നമ്മൾ വിളിക്കുന്നത് ലൂട്ടിയൽ ഫേസ് എന്നുമാണ്. ഇനി ഫോളിക്കിൾ ഡെവലപ്മെന്റിന് ആര് വേണം? FSH വേണം. സോ FSH ആണ് ഫോളിക്കുലാർ ഡെവലപ്മെന്റിനെ സഹായിക്കുക. പക്ഷെ ഓവുലേഷൻ നടക്കണമെങ്കിൽ LH വേണം. അതുപോലെ കോർപ്പസ് ലൂട്ടിയത്തിനെ ഇൻഡാക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ LH വേണം. സോ LHന്റെ ലെവലായിരിക്കും ആഫ്റ്റർ പോസ്റ്റ് ഓവുലേറ്ററി ഫേസിൽ കൂടുതൽ. ബട്ട് വൺസ് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ LHന്റെ ലെവൽ കുറയുമ്പോഴാണ് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. ഫൈൻ. ഇനി ഈ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഒവേറിയൻ ഹോർമോൺ. നമുക്കറിയാം ഗ്രോയിങ് ഫോളിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. അപ്പോൾ ഈസ്ട്രോജന്റെ ലെവൽ ഇങ്ങനെ കൂടി 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 വരും. ജസ്റ്റ് ബിഫോർ ഓവുലേഷൻ അതൊന്ന് ഡിപ്പ് ചെയ്യും. ഓവുലേഷന് മുമ്പ് ഏറ്റവും കൂടുതലായിരിക്കും. ഈ ഓവുലേഷന് മുമ്പ് കൂടിയ ഈസ്ട്രോജൻ ആണ് LH സർജിന് കാരണമാക്കിയത്. ആൻഡ് ആഫ്റ്റർ ഓവുലേഷൻ ഈസ്ട്രോജൻ ഒന്ന് കുറയുന്നു. പിന്നെ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? ഈസ്ട്രോജൻ റിലീസ് ചെയ്യും. സോ പിന്നെയും ഇത് കൂടും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും കുറയും.
വെറസ് പ്രൊജസ്ട്രോൺ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. സോ ഒൺലി പോസ്റ്റ് ഓവുലേറ്ററി ഫേസിൽ കോർപ്പസ് ലൂട്ടിയം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് പ്രൊജസ്ട്രോൺ കൂടുന്നതായിട്ടും പിന്നെ അത് ഡിജനറേറ്റ് ചെയ്യുമ്പോൾ കുറയുന്നതായിട്ടും കാണാൻ പറ്റും. ആൻഡ് ഫൈനലി ടു എൻഡോമെട്രിയൽ ചേഞ്ചസ്. നമുക്ക് ആദ്യം ഏറ്റവും അവസാനത്തു നിന്ന് തുടങ്ങാം. നമ്മുടെ കോർപ്പസ് ലൂട്ടിയം കോർപ്പസ് ആൽബിക്കൻസ് ആയി, ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കുറയുന്നു, നമ്മുടെ എൻഡോമെട്രിയം ഷെഡ് ചെയ്യും, ബ്ലീഡ് ചെയ്യും ഫോർ ഫസ്റ്റ് 5 days വിച്ച് ഇസ് കോൾഡ് ആസ് മെൻസ്ട്രൽ ഫേസ്. അത് കഴിയുമ്പോൾ ഈസ്ട്രജൻ്റെ സഹായത്തോടു കൂടി എൻഡോമെട്രിയം പ്രോളിഫറേറ്റ് ചെയ്ത് വളരും, അതാണ് പ്രോളിഫറേറ്ററി ഫേസ്. 14th day കഴിയുമ്പോൾ പിന്നെ നമുക്ക് കൂടുതലുള്ളത് പ്രൊജസ്ട്രോൺ ആണ്. ഇത് എൻഡോമെട്രിയത്തിനെ ഇൻടാക്റ്റ് ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, സെക്രീഷൻസ് കൂട്ടും, ബ്ലഡ് വെസൽസ് കൂട്ടും. ദിസ് ഇസ് സെക്രീറ്ററി ഫേസ് ആൻഡ് ദിസ് ഇസ് കോസ്ഡ് ബൈ പ്രൊജസ്ട്രോൺ. So these are all the events that happens during a menstrual cycle. Very very important ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. സോ ഇത് കഴിഞ്ഞേച്ച് നമ്മൾ പിന്നെ പോകുന്നത് സോ വാട്ട് ഇഫ് ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്. നമുക്ക് ആലോചിക്കാം, സെക്കൻഡറി യൂസായിട്ട് വന്ന് ഫെലോപ്പിയൻ ട്യൂബിൽ ആംബുലയിൽ ഇരിക്കുന്നു, ആ സമയത്തേക്ക് അവിടത്തേക്ക് നമ്മുടെ സ്പേം എത്തുന്നു. ആ സമയത്ത് സെക്കൻഡറി യൂസൈറ്റിൻ്റെ ലെയേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ഔട്ടർ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ഗ്രാനുലോസ സെൽ ലെയർ ഉണ്ട്. അത് കഴിഞ്ഞാൽ സോണ പെലൂസിഡ എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പെരിവിറ്റാലിൻ സ്പേസ് ഉണ്ട്, ആഫ്റ്റർ വിച്ച് യു ആർ ഗോയിങ് ടു സീ ദ സെക്കൻഡറി യൂസൈറ്റ് ഇൻസൈഡ്. അപ്പോൾ സ്പേം വന്ന് ടച്ച് ചെയ്യുമ്പോൾ ആദ്യം ഹൈലുറോണിഡീസ് എൻസൈം അതിൻ്റെ അക്രോസോമൽ ഹെഡിൽ നിന്ന് റിലീസ് ചെയ്യും. അതിൻ്റെ സഹായത്തോടു കൂടി ഇൻറ്റർസെല്ലുലാർ സബ്സ്റ്റൻസിനെ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ട് അതെന്ത് ചെയ്യും, കൊറോണ റേഡിയേറ്റർ ലെയറിനെ ബൈപ്പാസ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് നേരെ വന്ന് ടച്ച് ചെയ്യുന്നത് സോണ പെലൂസിഡയിലെ റിസപ്റ്റേഴ്സിലേക്കാണ്. ഇവിടെ വെച്ച് അക്രോസിൻ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും അക്രോസോമൽ ഹെഡിൽ നിന്ന്. അതിൻ്റെ സഹായത്തോടു കൂടി സോണ പെലൂസിഡേനെ അകത്തൂടെ പെനിട്രേറ്റ് ചെയ്ത് സ്പേം ഇൻസൈഡ് എത്തും. പക്ഷെ ആ സമയത്തിനുള്ളിൽ സോണ പെലൂസിഡ കെമിക്കലി ചേഞ്ച് ചെയ്യും ആൻഡ് വിൽ നോട്ട് പെർമിറ്റ് എനി അതർ സ്പേം ഫ്രം എൻറ്ററിങ് ദ സെയിം ഓവം. അതുകൊണ്ടാണ് മോണോസ്പേമി നമുക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ആഫ്റ്റർ വിച്ച് നമുക്കറിയാം, ഈ പെരിവിറ്റാലിൻ സ്പേസ് കഴിഞ്ഞ് സെക്കൻഡറി യൂസൈറ്റിന് വന്ന് സ്പേം ടച്ച് ചെയ്യുന്നു. സെക്കൻഡറി യൂസൈറ്റിനകത്ത് എൻ്റർ ചെയ്യുമ്പോഴേക്കും it will complete the meiosis 2 and it turns into ooted. ഇനി ഊറ്റിടും സ്പേമിൻ്റെയും ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും കാരിയോഗമി, സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യും സൈറ്റോഗമി, ആൻഡ് അപ്പോമിക്സിസ് വഴി ക്രോമസോം നമ്പറും ഓൾട്ടേർഡ് ആവും, എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. ഈ ഒരു മൊമെൻറ്റിൽ തന്നെ if the Y chromosome carry ചെയ്യുന്ന sperm ആയിരുന്നെങ്കിൽ this child turns to a male, X chromosome carry ചെയ്യുന്ന male ആയിരുന്നുവെങ്കിൽ the child turns to a female. അങ്ങനെ sex of the baby is determined. So after fertilization then random ആയിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇനി ഈ സെൽസ് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് ഇത്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അതുകൊണ്ട് ഇതിനെ ക്ലീവേജ് എന്ന് വിളിക്കും. ഇവിടെ സൈറ്റോപ്ലാസത്തിൻ്റെ അളവ് കൂടുന്നില്ല, ന്യൂക്ലിയർ സൈസ് മാത്രമാണ് കൂടുന്നത്. ബിക്കോസ് ഇൻ്റർഫേസിൽ എസ് ഫേസ് മാത്രമേ ഉള്ളൂ. സോ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവും 4 സെല്ലാവും. ഏതാണ്ട് ഇസ്തമസ് റീജിയൻ എത്തുമ്പോൾ 8 to 16 സെല്ലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആവും, ലൈക്ക് എ മൾബറി ഷേപ്പ്. ഇറ്റ് ഇസ് കോൾഡ് എസ് മോറുല. ഈ മോറുല യൂട്രൈൻ ക്യാവിറ്റിയിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ടേൺസ് ഇൻ ടു എ സിസ്റ്റ്, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കും. ഇതിൽ ഇന്നർ സെൽ മാസും ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് ലെയറും കാണും. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് ലെയറിൻ്റെ സഹായത്തോടു കൂടി ഈ ഫുൾ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിന് അകത്തേക്ക് കയറി പറ്റും. ആ സമയത്ത് എൻഡോമെട്രിയോ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് ഇതിനെ കംപ്ലീറ്റ്ലി എൻവലപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എസ് ഇംപ്ലാന്റേഷൻ. സോ ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ആണ് ഇന്നർ സെൽമാസ് എന്ത് ചെയ്യുന്നത്, കുട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ കുട്ടിക്ക് ന്യൂട്രിയൻസ് വേണ്ടേ? യെസ്. ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ലെയർ കുറച്ച് കൊറിയോണിക് വില്ലൈസിൻ്റെ സഹായത്തോടുകൂടി എൻഡോമെട്രിയവുമായിട്ട് എന്ത് ചെയ്യും, ഇൻ്റർ ഡിജിറ്റ് ചെയ്യും. ഇതിനെയാണ് പ്ലാസെൻ്റ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൽ ആ കുട്ടിയുടെ പാർട്ടും ഉണ്ട്, അമ്മയുടെ പാർട്ടും ഉണ്ട്. ഈ പ്ലാസെൻ്റ ശരിക്കും കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ കുട്ടിയിലേക്ക് എത്തിക്കും ത്രൂ ഉംബലിക്കൽ കോഡ്. അതുപോലെ വേസ്റ്റ് റിമൂവലിന് സഹായിക്കും, ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കും. ഓൾസോ ഇറ്റ് പ്രൊഡ്യൂസസ് ഹോർമോൺസ്. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്റ്റേജൻ മാമറി ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പിന്നെയും റിലീസ് ചെയ്യും. ഓൾസോ നമ്മുടെ ഓവറി പ്രഗ്നൻസി സമയത്ത്, ഇറ്റ്സ് നോട്ട് ഫ്രം പ്ലാസെൻ്റ, പ്രഗ്നൻസി സമയത്ത് ഓവറി റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് റിലാക്സിൻ. അത് ലാസ്റ്റ് മന്ത് പ്രഗ്നൻസിയുടെ സമയത്താണ് റിലീസ് ചെയ്യുന്നത്, വിച്ച് ആക്ച്വലി ഹെൽപ്സ് ഇൻ എന്താണ് നമ്മുടെ സെർവിക്കൽ റീജിയൻ്റെ പ്യൂബിക് സിംഫൈസിനെ ഒന്ന് ലൂസൺ ചെയ്ത് ഡയലേഷൻ ഓഫ് സെർവിക്സിനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് റിലാക്സിൻ. നൗ
പ്ലാസൻ്റ ഉണ്ട്, ഇനി എന്ത് ചെയ്യണം, ഇന്നർ സെൽമാസ് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കുട്ടിയാവണം. അപ്പോൾ ഇന്നർ സെൽമാസ് ആദ്യമേ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഉണ്ടാവും. ഈ പ്രോസസ്സിനെയാണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുക. ഗ്യാസ്ട്രുലേഷൻ ഉണ്ടായ ശേഷം മാത്രമാണ് ഓർഗൻസ് ഫോം ചെയ്തു തുടങ്ങുന്നത്. ഫസ്റ്റ് മന്തിലേക്കും ഹാർട്ട് ഡെവലപ്പ് ചെയ്യും, സെക്കൻഡ് മന്തിലേക്ക് ലിംസും ഡിജിറ്റും ഡെവലപ്പ് ചെയ്യും, 12th വീക്ക് 3 മന്ത് ആകുമ്പോൾ ഓൾ മേജർ ഓർഗൻസ് എക്സ്റ്റേണൽ ജനീഷ്യ ഡെവലപ്പ് ചെയ്യും. 5th മന്തിൽ കുട്ടി ഫസ്റ്റ് മൂവ്മെൻറ്റ് കാണിക്കും, അതുപോലെ ഹെയർ ഓൺ ഹെഡ് കാണിക്കും. എന്നാൽ ഫുൾ ബോഡിയിൽ ഫൈൻ ഹെയറും ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതും ഐലാഷസ് ഉണ്ടാവുന്നതും 6th മന്തിലാണ്. ആൻഡ് 9th മന്തിൽ ഫീറ്റസ് ഈസ് കംപ്ലീറ്റ്ലി റെഡി ഫോർ ഡെലിവറി. അപ്പോൾ ഡെലിവറി എങ്ങനെ നടക്കും? സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ഫീറ്റസിൽ നിന്നും പ്ലാസൻ്റയിൽ നിന്നുമാണ്. ഇവിടെ ഇതെന്ത് ചെയ്യും, പ്ലാസൻ്റയിൽ പോയി ആക്ട് ചെയ്തൊരു മൈൽഡ് കോൺട്രാക്ഷൻ ഉണ്ടാക്കും. ഈ മൈൽഡ് കോൺട്രാക്ഷൻ സെൻസറി റിസപ്റ്റേഴ്സ് നേരെ ബ്രെയിനിൽ കൊണ്ടുപോയി ഓക്സിറ്റോക്സിൻ റിലീസിന് കാരണമാക്കും. ഈ ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും, നമുക്കറിയാം ഈ ഓക്സിറ്റോക്സിൻ ആണ് ചെന്ന് മോർ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് പറ്റും, കുട്ടീനെ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പെൽ ഔട്ട് ചെയ്യും. കുട്ടി ഫസ്റ്റ് എക്സ്പെൽ ഔട്ട് ആവും, ശേഷം ആഫ്റ്റർ ഡെലിവറി എന്ന് പറഞ്ഞ് പ്ലാസൻ്റ എക്സ്പെൽ ഔട്ട് ആവും. ആൻഡ് ദെൻ വി ഗിവ് മിൽക്ക് ടു ദ ബേബി. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ ആണ്. ആൻഡ് മിൽക്ക് ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോക്സിൻ ആണ്. ഫസ്റ്റ് മിൽക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബേബി. ഇറ്റ്സ് കോൾഡ് എസ് കൊളസ്ട്രം. കാരണം അതിൽ IgA ആൻറ്റിബോഡീസ് ഉണ്ട്, വിച്ച് റിയലി ഹെൽപ്സ് ഇൻ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ഫോർ ദ ബോഡി, ഫോർ ദ ബേബി. ഇത്രയും പറയുമ്പോൾ a big chapter human reproduction. 5 questions നീറ്റിന് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് നിങ്ങൾ ചെക്ക് ചെയ്ത്. സോ ദിസ് ഇസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഓഫ് കോഴ്സ് ലാക്ടേഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് മിസ് ഓരോ ഏരിയയിലെയും ഓരോ ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം കാണിച്ചിട്ടുണ്ട്. അതൊന്ന് പോസ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ സീ യു വിത്ത് നെക്സ്റ്റ് ചാപ്റ്റർ. ബൈ.